How are you? So, welcome to yet another live session presented by Tiju's Academy. And in today is Thursday, so here with you is Reshma Karthika with a discussion on OET listening. ഓക്കെ സോ OET ലിസണിങ്ങിൻ്റെ ഡിസ്കഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വി ഹാവ് സ്റ്റാർട്ടഡ് ദ ലൈവ് സെഷൻ ആൻഡ് we can wait for a few minutes to our participants to join. Okay, so how are you all? How is your practice sessions are going? Yes, let me know about your practice visheshangal. Yes, okay, so we have been discussing part B for few sessions, few last sessions we have been discussing about part B. So part B in the discussions are പോകുന്നത്. So we have discussed how to read the background statement and prepare, and in the next session we have discussed how to read the entire part B questions. Yes, then we have discussed we are going to discuss opinion type questions in part B. Okay, so ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് ഈവനിങ്. യെസ് ഗുഡ് ഈവനിങ്. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്നേഹ ഗുഡ് ഈവനിങ്, ജിസ ഗുഡ് ഈവനിങ്, റോസ്ലിൻ ഗുഡ് ഈവനിങ്, പ്രിൻസ് ഗുഡ് ഈവനിങ്. സോ ഇന്നത്തെ നമ്മളെ സെഷനിൽ എക്സ്ക്ലൂസീവ്ലി വി ആർ ഡിസ്കസിങ് പാർട്ട് ബി. പാർട്ട് ബീൻ്റെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ഒപ്പീനിയൻ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. സോ ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ ഡീൽ, ഓക്കെ, എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് വെൽക്കമിങ് യു ഓൾ ടു വാച്ച് മൈ സെഷൻ. ഓക്കെ, സോ സുജിത ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, സോ ഐ തിങ്ക് ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. ഓക്കെ, സോ നമുക്ക് ഇനിഷ്യലി ഉള്ളത് പാർട്ട് ബീൻ്റെ ഡിസ്കഷനാണ്. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ, നമ്മൾ രണ്ട് സെഷനിലും പാർട്ട് ബീനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ആസ് എൻ ഇൻട്രഡക്ഷൻ പോയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഒരുപാട് ഇൻട്രഡക്ഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ബിക്കോസ് എല്ലാവർക്കും അറിയാമല്ലേ പാർട്ട് ബി എന്താണെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇനിഷ്യലി നമ്മുടെ ലൈവ് കാണുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ചെറിയ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ദോസ് ഹു ആർ പ്ലാനിങ് ടു അപ്പിയർ ഓൺ OET എക്സാം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇൻട്രഡക്ഷൻ എപ്പോഴും കൊടുക്കുന്നുണ്ടാവുക. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദി ഇൻട്രഡക്ഷൻ സെഷൻ. ആൻഡ് സുജിത ഹായ്, ഗുഡ് ഈവനിങ്. അഖിൽ ഹലോ, ഹൗ ആർ യു അഖിൽ? യെസ്, ഹൗ ആർ യു? ഐ എം ഗുഡ്. ദെൻ ദീപ ഹായ് ദീപ, ഗുഡ് ഈവനിങ്. ഓക്കെ, സോ നമുക്ക് ഇനിഷ്യലി നമുക്ക് പാർട്സിലേക്ക് പോവാം. പാർട്ട് ബി എന്നുള്ളത്, പാർട്ട് ബി ഈസ് ദി സെക്കൻഡ് സെക്ഷൻ ഓഫ് OET ലിസണിങ്. OET ലിസണിങ്ങിൻ്റെ സെക്കൻഡ് സെക്ഷനാണ്, വിച്ച് ഇൻക്ലൂഡിങ് 6 ഡിഫറെൻറ്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് ഈച്ച് എക്സ്ട്രാക്ട് ഇസ് 1 minute ലെങ്ത്. ഓക്കെ, 1 minute ലെങ്തി ആയിട്ടുള്ള 6 വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്സ് ആണ് നമുക്ക് പാർട്ട് ബിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് എല്ലാ ഓഡിയോനെയും, അതായത് ഈച്ച് 6 ഈ 6 എക്സ്ട്രാക്റ്റിൽ എല്ലാ ഓഡിയോനെയും ബേസ് ചെയ്തിട്ടുള്ള 1 multiple choice ക്വസ്റ്റ്യൻസിനാണ് യു ഹാവ് ടു ആൻസർ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ പാർട്ട് ബി സെക്ഷൻ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ആൻഡ് പാർട്ട് ബിക്കകത്ത് നമ്മുടെ ജനറലി പറയുവാണെങ്കിൽ വി ഹാവ് 6 എക്സ്ട്രാക്ട്സ് ആൻഡ് വി ഹാവ് 6 multiple choice question from each extract. ഓരോ എക്സ്ട്രാക്റ്റിൽ നിന്ന് നമുക്ക് 6 multiple choice questions ആണ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് ഈ ഓരോന്നും അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് നേരത്തെയുള്ള സെക്ഷനിൽ നമ്മൾ ഐ തിങ്ക് വി ഹാവ് ഇൻഫോംഡ് യു അബൌട്ട് ഹൗ ടു റീഡ് ദി ക്വസ്റ്റ്യൻ പാർട്ട് ഓഫ് പാർട്ട് ബി. സോ കൺഫ്യൂഷൻ ഉള്ളവർ, ക്ലാരിറ്റി കുറവുള്ളവർക്ക് യു ക്യാൻ ഗോ ത്രൂ ദി ലാസ്റ്റ് ലൈവ് സെഷൻ ഓഫ് ലിസണിങ് ഫ്രം Tiju's Academy. There we have discussed about how to read part B. Okay, so hi Asha Uday Kumar, hi Asha, hi. ഓക്കെ, ശരി. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പാർട്ടിലേക്കല്ല, നമ്മൾ ഇന്ന് എക്സ്ക്ലൂസീവ്ലി ഒരു എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണെന്നാണ് നമ്മുടെ ഹെഡിങ്, അല്ലേ? ഹെഡിങ്ങിൽ തന്നെ ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. എന്താ ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പാർട്ട് ബിയിൽ ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ക്വസ്റ്റ്യനിൽ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദി ഒപ്പീനിയൻ ഓഫ് ദ സ്പീക്കർ. ഇൻ സം ക്വസ്റ്റ്യൻ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദി പേർപ്പസ് ഓഫ് ദി സ്പീക്കർ. സ്പീക്കർ എന്തിനാണ്, ഇൻറ്റൻഷൻ ഓഫ് ദാറ്റ് സ്പീക്കർ. ഓക്കെ, ദെൻ സം ക്വസ്റ്റ്യൻ യു വിൽ ബി ഐഡൻറ്റിഫൈയിങ് എനി detailed information, such kind of detailed information about any particular thing or any particular medical data. You have to identify the detail about that data. Okay, or in some question you have to identify the overall idea of that conversation or a monologue. ആ ഒരു ഓഡിയോൻ്റെ ഓവറോൾ ഐഡിയ എന്താണെന്നുള്ളതാണ് നമ്മൾ ചില ക്വസ്റ്റ്യൻസിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ അവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം, അതായത് OET എക്സാമിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ആസ് വെൽ ആസ് നമ്മുടെ സാമ്പിൾ ടെസ്റ്റുകളുടെ ഒക്കെ ആണെങ്കിലും സാമ്പിൾ മെറ്റീരിയലിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല ചില ഒരു 5-6 ക്വസ്റ്റ്യൻ ടൈപ്സുകളുണ്ട്. അപ്പോൾ ഇനിയുള്ള സെഷനിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ടൈപ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുക. സോ ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് ഫർദർ ആയിട്ട് നോക്കാം. ഒപ്പീനിയൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദി ഒപ്പീനിയൻ ഓഫ് ദ സ്പീക്കർ. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്പീക്കർ ആരാണോ, അതിൽ ചിലപ്പം ഡയലോഗ്സ് വരാം, മോണോലോഗ്സ് വരാം. അപ്പോൾ അതിനകത്തുനിന്നും നിങ്ങൾ ഒരു സ്പീക്കറിൻ്റെ ഒപ്പീനിയൻ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെഡിക്കൽ റെലവൻറ്റ് ഡേറ്റയിലുള്ള ഒപ്പീനിയൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഡേറ്റ എന്താണെന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എന്ത് കൈൻഡ് ഓഫ് ഇൻഫർമേഷനിലുള്ള ഒപ്പീനിയനാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളത് ഇറ്റ്സ് പ്രൊവൈഡഡ് ഇൻ യുവർ ക്വസ്റ്റ്യൻ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇനിഷ്യലി നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ഒരു ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, സോ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് 15 സെക്കൻഡ്സ് ഓഫ് റീഡിങ് ടൈം അല്ലേ. സോ ഈ 15 സെക്കൻഡ്സ് ഓഫ് റീഡിങ് ടൈമിൽ യു ക്യാൻ റീഡ് ആൻഡ് പ്രിപ്പയർ ഫോർ ദി ഓഡിയോ ഓർ പ്രിപ്പയർ ഫോർ ദി ആൻസറിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. സോ അതിനായിട്ട് ഫോർ വിച്ച് ഇനിഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ടു ലിസൺ. എന്ത് ലിസൺ ചെയ്യണം, എന്ത് കൈൻഡ് ഓഫ് ഇൻഫർമേഷനാണ് ലിസൺ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് വേണം. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. ഇനിഷ്യലി നമുക്കുള്ളത് കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. യു ക്യാൻ ഗോ ത്രൂ ദ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ഹൂസ് ദ സ്പീക്കർ, ടു ഹും ദ സ്പീക്കർ ഈസ് സ്പീക്കിംഗ് ആൻഡ് what they are speaking. ഓക്കെ, about what they are speaking. അങ്ങനെയുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. സ്പീക്കർ ആരോടാണ് സംസാരിക്കുന്നത്, എന്തിനെ പറ്റിയിട്ടാണ് അവരുടെ ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ മോണോലോഗിൽ എന്ത് ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആ ഇൻഫർമേഷൻ മെഡിക്കലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ ആയിരിക്കും എന്നുള്ളത് മറന്നു പോവണ്ട. ഓക്കെ, സോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും മനസ്സിലാവുക. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സീൻ. ഐ വുഡ് സേ എന്താണ് സിനാരിയോ, എന്താ സീൻ എന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. ആരൊക്കെയുണ്ട്, എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, അത്രയേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ കൃത്യമായിട്ട് വായിക്കണം എന്നുള്ളത് നമ്മൾ ഇതിന് തൊട്ട് മുന്നേയുള്ള ഇതിൻ്റെ ഒരു ലാസ്റ്റ് സെഷൻസിൽ 2 ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹൗ ടു റീഡ് ദി ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പാർട്ട് ബി ആൻഡ് ഗെറ്റ് പ്രിപ്പയർഡ് എന്നുള്ള ഒരു സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. 2 സെഷൻ ഇതിന് മുന്നേയുള്ള സെഷനിൽ. ഓക്കെ, സോ ആഫ്റ്റർ റീഡിങ് യുവർ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി speakers, then you have to read the question. ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒപ്പീനിയൻ ആണോ, പർപ്പസ് ആണോ, ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആണോ, ഓർ ജസ്റ്റ് ആണോ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. കോണ്ടെക്സ്റ്റ് മനസ്സിലായി, നമ്മൾ എന്ത് ഓഡിയോ ആണ് കേൾക്കാൻ പോകുന്നതെന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ടാസ്ക് മാത്രമല്ല എന്ത് കൈൻഡ് ഓഫ് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ലിസൺ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയയും കൂടിയാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു decide what to listen after reading the question. Okay, you have to read the question and you should decide what should I listen. എന്താണ് ഞാൻ ലിസൺ ചെയ്യേണ്ടത്, whether I should listen for opinion, purpose, detail, any kind of detailed information, or sometimes you have to identify some gist of an audio. Okay, so ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കാം. ദെൻ ഒപ്പീനിയൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാവും, ക്വസ്റ്റ്യൻ എന്ന് തന്നെ മനസ്സിലാവും. ബിക്കോസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവുക വാട്ട് ഡസ് ദ സ്പീക്കർ സജസ്റ്റ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ സ്പീക്കർ ഓർ ദ സ്പീക്കേഴ്സ് ഫീൽസ് ദാറ്റ്, അല്ലെങ്കിൽ ഹീ ഫീൽസ് ദാറ്റ്, ഹീ സേസ്, ഹീ തിങ്സ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനകത്തു നിന്നാണ് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിങ്ങളോട് ഒപ്പീനിയൻ ചോദിക്കുന്നത് അല്ലേ. പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻ എന്താ, ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എന്താ, നഴ്സിൻ്റെ ഒപ്പീനിയൻ എന്താ, നഴ്സിന് എന്താ ചിന്തിക്കുന്നത്, നഴ്സിന് ഫീൽ ചെയ്തത് എങ്ങനെയാണ്, നഴ്സ് സസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ അവരുടെ ഒപ്പീനിയൻസാണ്. ഇതാണ് ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. എക്സാമ്പിൾസ് നമുക്ക് കാണാം. ആൻഡ് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി ഒപ്പീനിയൻ ചോദിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ യു ഷുഡ് ലിസൺ ടു ഫ്രേസസ് വിച്ച് ഇൻഡിക്കേറ്റ് ഒപ്പീനിയൻ.
ഒപ്പീനിയൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫ്രേസസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾ കേൾക്കുന്ന ഫ്രേസസിനകത്തൊന്നും ഓക്കെ ഇതിൽ ഒപ്പീനിയൻ പറയാൻ പോവാണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണം, ഒരു സൈൻ നമുക്ക് കിട്ടണം. മനസ്സിലായോ? അവിടെയാണ് നമ്മൾ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജുകളൊക്കെ പഠിച്ചിട്ടില്ലേ, അവിടെ ഈ ഒരു ഫ്രേസ് ഒപ്പീനിയൻ പറയാൻ പോവാണോ എന്നുള്ളൊരു ഐഡിയ തരുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫ്യൂ എക്സാമ്പിൾസ് ആർ റിട്ടൺ. സി, ഇൻ മൈ ഒപ്പീനിയൻ, if I would like to share my opinion, I will say, in my opinion, the thing is like that. എന്നൊരു ഒപ്പീനിയൻ, എനിക്ക് അങ്ങനെ എൻ്റെ ഒപ്പീനിയൻ പറയാം. ഓർ ഇൻ ദ സെക്കൻഡ് പോയിൻറ്റ്, ഫ്രം മൈ പെർസ്പെക്റ്റീവ്, എൻ്റെ പെർസ്പെക്റ്റീവിൽ ഇതിൽ ഇങ്ങനെയാണ്. സോ നിങ്ങൾക്കും നിങ്ങളുടെ സ്പീക്കറാണോ അങ്ങനെ ഒരു പോയിന്റ് പറയുന്നത്, അങ്ങനെ ഒരു ഫ്രേസ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഒപ്പീനിയൻ പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിലാണോ ഒപ്പീനിയൻ പറയുന്നത്, 3 ഓപ്ഷനിൽ ഏത് ഒപ്പീനിയനാണ് ആ ഒരു പോയിന്റിന് ശേഷം പറഞ്ഞെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചിരുന്നാലും മതി. ദെൻ പേഴ്സണലി ഐ ബിലീവ് എന്ന് പറഞ്ഞിട്ടായിരിക്കാം പറയുന്നത്. അതൊരു പേഴ്സണൽ കോണ്ടെക്സ്റ്റ് ആണ് കേട്ടോ. അടുത്തത് ഐ ഫീൽ ദാറ്റ്. പറഞ്ഞൂടെ, എനിക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഐ ക്യാൻ സേ ഐ ഫീൽ that happened in such a way എന്ന് എനിക്ക് പറയാം. ഓർ it seems to me that എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് അതിനെ എടുക്കാൻ പറ്റുന്നത്, ആ ഒരു ഐഡിയ ആണ് ആ ഒരു പോയിന്റ് തരുന്നത്. ആൻഡ് ഐ എം ഓഫ് ദ വ്യൂ ദാറ്റ് ഐ എം ഇൻ ദ വ്യൂ ദാറ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നതും ഞാൻ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. സോ എൻ്റെ ഒപ്പീനിയൻ ഇങ്ങനെയാണ്. സോ അവിടെയും നിങ്ങൾ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാണ്. സോ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്രേസസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഈസി ടു ഫോളോ ദ സ്പീക്കർ. ഓക്കെ, നിങ്ങളുടെ സ്പീക്കർ, നിങ്ങൾക്ക് ആരുടെ ഒപ്പീനിയൻ ആണോ കണ്ടുപിടിക്കേണ്ടത്, ആ സ്പീക്കർ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. ദെൻ ആസ് ഫar as ഐ എം കൺസേൺഡ്, ഞാൻ കൺസേൺഡ് ആണ് ഈ ഒരു ഡേറ്റ കേട്ടതിൽ, പിന്നെ ഐ എം കൺസേൺഡ്, ഐ എം ലിറ്റിൽ വറീഡ്, ഐ എം ലിറ്റിൽ ആങ്ഷ്യസ് അബൌട്ട് ദിസ് എന്നുള്ള പറയാൻ വേണ്ടിയിട്ടുള്ള കൺസേൺഡ് അബൌട്ട് എന്ന് പറയുമ്പം കൺസേൺഡ് അബൌട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് അവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, കൺസേൺഡ് അബൌട്ട് സംതിങ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്, അതും എൻ്റെ ഒപ്പീനിയൻ പറയുകയാണ്. ഐ തിങ്ക് ഓർ ഇൻ മൈ വേ, ഇൻ മൈ ഒപ്പീനിയൻ എന്നൊക്കെയുള്ളത് സെയിം ആണ്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എൻ്റെ ഒപ്പീനിയൻ ഇങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് അതവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ് സെഡ് അബൌട്ട് ഒപ്പീനിയൻ ഫ്രേസസ് ഓർ എക്സ്പ്രഷൻസ്. ഓക്കെ, ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതവിടെ പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പെക്ട് അവിടെയാണ് ആ സ്പീക്കർ ഒപ്പീനിയൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ലിസൺ ചെയ്യേണ്ട സ്പീക്കർ അവിടെയാണ് ഒപ്പീനിയൻ പറയാൻ പോകുന്നത്. സോ ഇത്രയും എക്സ്പ്രഷൻസിന് ശേഷം അടുത്ത പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ ഏത് കാര്യമായിട്ടുള്ള സെയിം മീനിങ് ആണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നാലും മതിയാവും. ഓക്കെ, സോ ലെറ്റ്സ് ഡു ആൻ എക്സാമ്പിൾ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ. നോക്കൂ, യു ഹിയർ എ ട്രെയിനി ഡോക്ടർ ടെല്ലിങ് എ സൂപ്പർവൈസർ അബൌട്ട് എ പ്രോബ്ലം ഹി ഹാഡ് ക്യാരിങ് ഔട്ട് എ പ്രൊസീജിയർ. സോ നിങ്ങൾ ആരെയാണ് കാണുന്നത്, ട്രെയിനി ഡോക്ടർ സൂപ്പർവൈസറിനോട് പറയുവാണ് അബൌട്ട് എ പ്രോബ്ലം വൈൽ ക്യാരിങ് ഔട്ട് എ പ്രൊസീജിയർ, അല്ലേ? അപ്പോൾ നമ്മൾ ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്? യു ഹിയർ എ ട്രെയിനി ഡോക്ടർ എന്ന് പറയുമ്പം യു ഹാവ് ടു ലിസൺ ടു ദി ട്രെയിനി ഡോക്ടർ. യു ഹാവ് ടു ലിസൺ ടു ദി ട്രെയിനി ഡോക്ടറിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദ സ്പീക്കർ ഇസ് ട്രെയിനി ഡോക്ടർ. റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത് സൂപ്പർവൈസറാണ്. സോ ഹിസ് സൂപ്പർവൈസ് എന്ന് കേട്ടു. സോ ട്രെയിനി സ്പീക്കർ എന്ന് പറയുന്ന ആരായിരിക്കും? മെയിലായിരിക്കും. സോ എക്സ്പെക്ട് ദാറ്റ് സൂപ്പർവൈസർ വിൽ ബി മേ ബി ഒരു ഫീമെയിൽ ആയിരിക്കും സൂപ്പർവൈസർ എന്ന് പറയും. നമ്മൾ OET ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കോൺവെർസേഷനാണ് മോസ്റ്റ്ലി വന്നിട്ടുള്ളത്. എക്സ്പെക്ട് സൂപ്പർവൈസർ ഫീമെയിൽ ആയിരിക്കും. എന്തിനെ പറ്റിയിട്ട് അവർ സംസാരിക്കുന്നത്? എബൌട്ട് എ പ്രോബ്ലം ഹി ഹാഡ് ക്യാരിങ് ഔട്ട് എ പ്രൊസീജിയർ. ഏതോ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായി. സോ ദർ വിൽ ബി ഡിസ്കസിങ് എ പ്രൊസീജിയർ ആൻഡ് എ പ്രോബ്ലം ഹാപ്പൻ വൈൽ ദി പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇപ്പോൾ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു പ്രോബ്ലം അവിടെ നടന്നു. ആ പ്രോബ്ലത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ നിങ്ങളിതെല്ലാം കേൾക്കും, പ്രൊസീജിയർ കേട്ടും പ്രോബ്ലം കേൾക്കും. ബട്ട് വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ? ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ? ട്രെയിനി ഫീൽസ് ദാറ്റ്, അതായത് ട്രെയിനിക്ക് തോന്നുവാണ്, അതായത് ട്രെയിനിയുടെ ഒപ്പീനിയനാണ് നിങ്ങളപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ട്രെയിനിക്ക് എന്ത് തോന്നി എന്നാണ് ട്രെയിനിയുടെ ഒപ്പീനിയൻ. ട്രെയിനി ഫീൽസ് ദാറ്റ് ദ കോസ് ഓഫ് ദി പ്രോബ്ലം വാസ്. എന്താണ് കോസ് ഓഫ് ദ പ്രോബ്ലം? ട്രെയിനിക്ക് തോന്നുന്ന കോസ് എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ട്രെയിനി ഫീൽസ് ദാറ്റ് ദി കോസ് ഓഫ് ദ പ്രോബ്ലം. നിങ്ങൾക്ക് പ്രോബ്ലം അല്ല, പ്രൊസീജിയറിൻ്റെ പേരല്ല ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, പ്രോബ്ലം അല്ല ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദി കോസ് ഓഫ് ദ പ്രോബ്ലം. വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ പ്രോബ്ലം? വാട്ട് ലെഡ് ടു ദി പ്രോബ്ലം? ഓക്കെ, സോ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് എന്ത് ഡിഫിക്കൽട്ടിയാണ്, എന്ത് ഇഷ്യൂ ആണ്, എന്ത് മിസ്റ്റേക്കാണ്, എന്ത് എററാണ്, എന്ത് പ്രോബ്ലം ആണ് അവർ
ഫേസ് ചെയ്തത് ആൻഡ് വാട്ട് ലെഡ് ടു ദി പ്രോബ്ലം. എന്താണ് ആ പ്രോബ്ലത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രോബ്ലം അല്ല, പ്രൊസീജിയർ അല്ല, വാട്ട് ലെഡ് ടു ദി പ്രോബ്ലം, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നൗ വി ക്യാൻ റീഡ് ദി ഓപ്ഷൻസ്. ഓപ്ഷൻ സേസ് ട്രീറ്റ്മെൻറ്റ് അഡ്മിനിസ്റ്റേർഡ് പ്രീവിയസ്ലി. എന്താ അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ കൊടുത്ത ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ട്രീറ്റ്മെൻറ്റ് എഴുതി നമ്മൾ പ്രീവിയസ്ലി, അപ്പോൾ നേരത്തെ ഏർലിയർ ആ പേഷ്യൻറ്റിന് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അവിടുത്തെ ഇഷ്യൂ. സോ ആ ഒരു കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കാരണമാണ് ആ പ്രോബ്ലം അവിടെ ഉണ്ടായത്. നെക്സ്റ്റ് വൺ, പേഷ്യൻസ് നെഗറ്റീവ് റിയാക്ഷൻ. പേഷ്യൻ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു? പേഷ്യൻറ്റിൻ്റെ നെഗറ്റീവ് റിയാക്ഷൻ ആണ് കേട്ടോ, വേറെ ആരുടെ അല്ല. പേഷ്യൻ്റ് നെഗറ്റീവ്ലി റിയാക്ട് ചെയ്തു. സോ ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയറിൻ്റെ സമയത്ത് നിങ്ങളുടെ പേഷ്യൻസ് എങ്ങനെയൊക്കെ നെഗറ്റീവ്ലി റിയാക്ട് ചെയ്യാം. മേ ബി അവർ റെഫ്യൂസ് ചെയ്യാം ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ റിലക്റ്റൻ്റ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ അവർ അൺകോപ്പറേറ്റീവ് ആവാം, അല്ലെങ്കിൽ അവർ ഇറിറ്റേറ്റഡോ അജിറ്റേറ്റഡോ അഗ്രസീവോ ഒക്കെ ആവാനുള്ള ചാൻസ് ഇല്ലേ. സോ ഇതൊക്കെയാണ് നെഗറ്റീവ്ലി റിയാക്ട് ചെയ്യുക എന്നുള്ളത്. സോ അങ്ങനെ എന്തെങ്കിലും ഡേറ്റ അക്കോർഡിംഗ് ട്രെയിനീസ് ഒപ്പീനിയൻ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, ഇൻഅപ്രോപ്രിയേറ്റ് എക്യുപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ട്രെയിനി ഏതെങ്കിലും എക്യുപ്മെൻറ്റിൻ്റെ പേര് പറയുന്നുണ്ടോ? ആൻഡ് എക്യുപ്മെൻറ്റ് ഇൻഅപ്രോപ്രിയേറ്റ്, ഇംപ്രോപ്പറായിട്ടാണോ യൂസ് ചെയ്തത്? അത് യൂസ് ചെയ്യേണ്ട പോലെയല്ല, അവിടെ അതല്ലായിരുന്നു വേണ്ടത്. ആ എക്യുപ്മെൻറ്റ് അവിടെ ആ പ്രൊസീജിയറിന് ഇൻഅപ്രോപ്രിയേറ്റ് ആയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റിൻ്റെ പേര് അവിടെ, ഒരു സപ്പോർട്ട് ഒബ്ജക്റ്റിൻ്റെ മെഡിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ പേര് അവിടെ പറയുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും. ഓക്കെ, ജസ്റ്റ് ഗോസ് ടു ദി ക്വസ്റ്റ്യൻസ് വൺസ് മോർ. ഒന്നും കൂടി ക്വസ്റ്റ്യനിലൂടെ ഒന്ന് പോയി നോക്കൂ. I'll be displaying in full screen. Okay, hope you have read the data. ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ, എന്താ വായിച്ചെന്നുള്ളത്. ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ്. ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ എക്സസൈസ് ലാസ്റ്റ് ടൈം ചെയ്തതുപോലെ ഐ വിൽ ബി റീഡിങ് ദി സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. സോ സ്ക്രിപ്റ്റിനകത്ത് വായിക്കുമ്പോൾ നമ്മൾ അവിടെ കണ്ട ഡേറ്റ എവിടെ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് പോകാം. സൂപ്പർവൈസറാണ് ആദ്യമേ ചോദിക്കുന്നത്. സോ സൂപ്പർവൈസർ ഇസ് എ ഫീമെയിൽ വോയിസ് ആണ് ഇവിടെ സൂപ്പർവൈസറിനുള്ളത്. സോ ഹൗസ് ഡിഡ് ഇറ്റ് ഗോ ഹാരി, ഇന്നത്തെ ദിവസം എങ്ങനെ പോയെന്ന് ചോദിക്കുന്നു. ദെൻ ഹാരി റിപ്ലൈ ചെയ്യുവാണ്, വെൽ ഐ എം അഫ്രൈഡ് ഐ ഹാഡ് എ പ്രോബ്ലം ടേക്കിംഗ് ബ്ലഡ് ഫ്രം മിസ്സസ് ഹാരിസ്. സോ എനിക്ക് മിസ്സസ് ഹാരിസിൻ്റെ ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലം വന്നു. സോ യു ഗോട്ട് ദി പ്രൊസീജിയർ, ടേക്കിംഗ് ബ്ലഡ് എന്നുള്ളതാണ് അവിടുത്തെ പ്രൊസീജിയർ. സോ അതിനുശേഷം ഹാരിസ് എന്താ പറയുന്നത് നോക്കൂ. ഐ ഹാവ് ഡൺ ദറ്റ് പ്രൊസീജിയർ ന്യൂമറസ് ടൈം നൗ. മിസ്സസ് ഹാരിസിൻ്റെ ബ്ലഡ് എടുക്കുമായിരുന്നു. അപ്പോൾ ഐ ഹാവ് ഡൺ ദറ്റ് പ്രൊസീജിയർ ന്യൂമറസ് ടൈംസ്. ഞാൻ ആ പ്രൊസീജിയർ, അപ്പോൾ പ്രൊസീജിയർ എന്താണെന്ന് കേട്ടുമല്ലോ നമ്മളല്ലേ. അപ്പോൾ നമ്മുടെ ഇൻട്രഡക്ഷനിൽ നമുക്ക് ഇപ്പുറത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, എന്താ പ്രൊസീജിയറിനെ പറ്റിയിട്ട് നമ്മളിവിടെ കേട്ടു ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ. ഓക്കെ, ബ്ലഡ് ചെയ്യുക എന്നുള്ളതാണ്, ബ്ലഡ് ടേക്കിംഗ് ആയിരുന്നു, ടേക്കിംഗ് ബ്ലഡ് എന്നുള്ളതാണ് പ്രൊസീജിയർ. ഐ ഹാവ് ഹാഡ് ഡൺ ദറ്റ് പ്രൊസീജിയർ ന്യൂമറസ് ടൈംസ്. അപ്പം ഞാൻ ആ പ്രൊസീജിയർ കുറേ തവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് ഇൻ പർട്ടിക്കുലർലി വറീഡ്. എനിക്ക് പർട്ടിക്കുലർലി വറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഐ വാസ് നോട്ട് വറീഡ്. എനിക്ക് വറീഡ് അല്ലായിരുന്നു, ഐ വാസ് കോൺഫിഡൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഐ ഹാഡ് ആൻറ്റിസിപ്പേറ്റഡ് വാസ് ദ ഡിഫിക്കൽട്ടി ഫൈൻഡിങ് എ വെയിൻ. ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്തൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് ഡിഫിക്കൽട്ടി ഫൈൻഡിങ് എ വെയിൻ കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്നുള്ളത് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല, എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഐ സസ്പെക്ട് ഹെർ ഇൽനെസ് മീൻസ് ഷി വിൽ ഹാവ് ഹാഡ് എ നമ്പർ ഓഫ് ക്യാൻലാസ് ഇൻസർട്ടഡ് ഓവർ ദ വീക്ക് ഷി ഹാസ് ബീൻ ഹിയർ. എന്താ പറയുന്നത്? ഐ സസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഫീൽ, എനിക്ക് തോന്നുന്നു, അല്ലെ ഐ അസ്യൂം, എനിക്ക് തോന്നുന്നു, ഐ ഫീൽ ഹെർ ഇൽനെസ് മീൻസ് അവർ ഇൽനെസ് കാരണം ഷീ വിൽ ഹാവ് ഹാഡ് എ നമ്പർ ഓഫ് ക്യാൻലാസ് ഇൻസർട്ടഡ് ഓവർ ദ വീക്ക് ഷി ഹാസ് ബീൻ ഹിയർ. അവരിവിടെ ആയതിനു ശേഷം നമ്പർ ഓഫ് ക്യാൻലാസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ക്യാൻലാസ് ഇൻസേർട്ട് ചെയ്തു. ക്യാൻലാസ് ഇൻസേർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. സോ ഓൾറെഡി കുറേ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ക്യാൻലാസ് ഇൻസേർട്ട് ചെയ്തു. ആൻഡ് ദാറ്റ്സ് ലെഡ് ടു കൊലാപ്സ്ഡ് വെയിൻ. കൊലാപ്സ്ഡ് വെയിനിലേക്ക് നയിച്ചു. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടി. കൊലാപ്സ്ഡ് വെയിൻ എന്നുള്ളതാണ് അവിടുത്തെ പ്രോബ്ലം. പ്രൊസീജിയർ എന്ന് പറയുന്നത് ബ്ലഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് ആ പ്രോബ്ലത്തിലേക്ക് നയിച്ചത്? ദാറ്റ്സ് ലെഡ് ടു എന്ന് വെച്ചാൽ ലെഡ് എന്ന് പറയുന്നത് ലീഡിൻ്റെ പാസ്റ്റാണ് ലെഡ്. അപ്പോൾ വിച്ച് ലെഡ് ടു കൊലാപ്സ്ഡ് വെയിൻ?
കാനല ഇൻസേർഷൻ, പ്രീവിയസ്ലി കൊടുത്ത കാനല ഇൻസേർഷൻ ആണ് അവിടെ ആ ഒരു ഇഷ്യൂ അവിടെ വരാനുള്ള കാരണം. സോ നമ്മൾ പ്രൊസീജിയർ കേട്ടു, പ്രോബ്ലം കേട്ടു, എന്താണ് ആ പ്രോബ്ലത്തിലേക്ക് നയിച്ചതെന്നും കേട്ടു. നമുക്കതല്ലായിരുന്നു അറിയേണ്ടത്. സോ അത് എന്തുമായിട്ട് കണക്ഷൻ ഉണ്ട്? ട്രീറ്റ്മെൻറ്റ് അഡ്മിനിസ്ട്രേഡ് പ്രീവിയസ്ലി എന്നുള്ളൊരു ഓപ്ഷനുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇനിഷ്യലി അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചാടിക്കയറി ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, കളർ ചെയ്യരുത്. നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് കേൾക്കാം. അടുത്ത സൂപ്പർവൈസർ ചോദിക്കുന്നു, വെൽ ദാറ്റ് ക്യാൻ ഹാപ്പൻ വിത്ത് ലോങ് ടേം എൽഡർലി പേഷ്യൻസ്. സോ ദാറ്റ് ക്യാൻ ഹാപ്പൻ, ഇത് നടക്കാവുന്നതേ ഉള്ളൂ ലോങ് ടേം എൽഡർലി പേഷ്യൻസിന്. ബട്ട് ഇറ്റ്സ് ഡിസ്ട്രെസ്സിങ് ഫോർ ദം ഇഫ് ദ പ്രൊസീജിയർ ഇസ് ഡൺ ക്വിക്ക്ലി. അപ്പോൾ നമ്മുടെ സൂപ്പർവൈസർ പറയുവാണ് പേഷ്യൻസിന് ഇത് ഡിസ്ട്രെസ്സിങ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, പേഷ്യൻസിന് എൽഡർ ഇത് ഇങ്ങനെ നടക്കാവുന്നതാണ്, പക്ഷേ ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രെസ്സിങ് ഫോർ ദം ഇഫ് ദ പ്രൊസീജിയർ ഇസ് ഡൺ ക്വിക്ക്ലി. പ്രൊസീജിയർ പെട്ടെന്ന് നടന്നില്ലെങ്കിൽ ഇത് ഡിസ്ട്രെസ്സിങ് ആവാം. ഓക്കെ, ഇറ്റ്സ് ഡിസ്ട്രെസ്സിങ് ഫോർ ദം, ഇത് ഡിസ്ട്രെസ്സിങ് ആണ്, അവർക്ക് ഡിസ്ട്രെസ്സിങ് ആയിരിക്കും എന്നുള്ളൊരു ഡേറ്റയാണ് അവിടുന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയേണ്ടത് ഈ നെഗറ്റീവ് റിയാക്ഷൻ വന്നേക്കാം എന്നാണ് നമ്മുടെ സൂപ്പർവൈസർ പറയുന്നത്. കണ്ടോ, സൂപ്പർവൈസറാണ് നെഗറ്റീവ് റിയാക്ഷൻ വന്നേക്കാം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ട്രെയിനി ഫീൽസ് ദാറ്റ് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രെയിനീനെയാണ്. ട്രെയിനിയുടെ അഭിപ്രായത്തിൽ പേഷ്യൻറ്റിന് നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടോ എന്നാണ് കേട്ടോ നോക്കാം. ട്രെയിനി സംസാരിക്കുകയാണ്, ഹാരി ഷീ എൻജോയ്ഡ് ഇറ്റ് വിതൗട്ട് എ മർമർ. അവരെന്ത് ചെയ്തു? എൻജോയ്ഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക, സഫർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. സഹിച്ചു. ഓക്കെ, സഫർ ഓർ ടോളറേറ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ എൻജൂർഡ് എന്നുള്ളത്. എൻജൂർഡ് വിതൗട്ട് എ മർമർ, അവരൊന്നും മർമർ പോലും ചെയ്യാതെ, അവരതെന്താന്ന് പെറുറുക്കോലും ചെയ്യാതെ അവരങ്ങ് സഹിച്ചു. ഷീ സഫേർഡ്, ഷീ ടോളറേറ്റഡ് ദി പെയിൻ. അപ്പം നിങ്ങളുടെ ആ ഒരു പേഷ്യൻ്റ് എന്ത് ചെയ്തിട്ടില്ല? നെഗറ്റീവ്ലി റിയാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഷീ ഹാസ് ടോളറേറ്റഡ് ദി പെയിൻ. Then, I'm sure I would have made a fuss in similar circumstances. So, trainee പറയാണ്, I'm sure, of course, I will made a fuss. I will make fuss എന്ന് വെച്ച് കഴിഞ്ഞാൽ to get irritated. So, I'll get irritated in same circumstances. So, same situationൽ if I'll be there, I'll get irritated. ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആയേനെ. പക്ഷേ എൻ്റെ പേഷ്യൻ്റ് എന്തായിട്ടില്ല? ഇറിറ്റേറ്റഡ് ആയിട്ടില്ല. യെസ്. ഓക്കെ, ദെൻ സൂപ്പർവൈസർ പറയുന്നു, ഓക്കെ വെൽ ഐ സൂപ്പർവൈസ് യു ദ നെക്സ്റ്റ് ടൈം യു ഡു ഇറ്റ്. നിങ്ങൾ നെക്സ്റ്റ് ടൈം അത് ചെയ്യുമ്പോൾ ഞാൻ സൂപ്പർവൈസർ ചെയ്തോളാം എന്ന് സൂപ്പർവൈസർ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബി നിങ്ങളുടെ ആൻസറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ക്യാൻ യു ചൂസ് ബി ആസ് യുവർ ആൻസർ? നോ, ബി ഇസ് എ കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻറ്റ്. പേഷ്യൻ്റ് നെഗറ്റീവ്ലി റിയാക്ട് ചെയ്തിട്ടില്ല. ആൻഡ് ഇനപ്രോപ്രിയേറ്റ് എക്യുപ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ത്രൂ ഔട്ട് ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇനപ്രോപ്രിയേറ്റ് എക്യുപ്മെൻറ്റിനെ പറ്റിയിട്ട് കേട്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റിൻ്റെ പേര് പറയുന്നില്ല. ഇനപ്രോപ്രിയേറ്റ്ലി ആ ഒരു ബ്ലഡ് ടേക്ക് എന്ന് പറഞ്ഞ പ്രൊസീജിയറിന് യൂസ് ചെയ്തു എന്നും പറയുന്നില്ല. ഇല്ലല്ലോ. സോ വിച്ച് ഇസ് എ നോട്ട് മെൻഷൻഡ് ഓപ്ഷൻ. ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ദിസ് ഈസ് ഓൾസോ എ റോങ് ഓപ്ഷൻ. അപ്പം എയും ബിയും റോങ് ഓപ്ഷൻസ് ആണ്. ദെൻ യു ക്യാൻ ബിയും സിയും ബിയും സിയും റോങ് ഓപ്ഷൻസ് ആണ്. സോ ദെൻ യു ക്യാൻ ഫിക്സ് എ ആസ് യുവർ ആൻസർ. സി, then you can fix A as your answer. Okay അല്ലേ? See നോക്കൂ. So this is the way you have to deal with opinion type of question. മനസ്സിലായോ? Okay, so Asha, Raji, Ajay, hi Raji, hi, hello. Jisa, okay, thank you for the response. Roslyn says it's A. Ashwati said it's A. Deepa Kurian said it's A. Yes, യുവർ ആൻസർ ഇസ് റൈറ്റ്. ഞാൻ പറയുന്നതിന് മുന്നേ അവർക്ക് ആൻസർ കിട്ടി. എ ഈസ് ദി ആൻസർ. സോ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചപ്പോൾ കിട്ടിയല്ലേ. ഇത് നിങ്ങൾ ലിസൺ ചെയ്തിട്ട് ഒരു ഫോറിൻ സ്പീക്കറിനെ ലിസൺ ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. സോ ഇങ്ങനെ അപ്പം ഇനിഷ്യലി കണ്ടില്ലേ, നമ്മൾ ഇനിഷ്യലി കുറച്ച് ഫ്രേസ് തന്നിരുന്നില്ല. ഇൻ മൈ വ്യൂ, ഐ ഫീൽ ദാറ്റ് എന്നൊക്കെ ഉള്ളത്. ഐ ഫീൽ ദാറ്റ് എന്നുള്ളതിൻ്റെ ഒരു സിനോണിമാണ് ഐ സസ്പെക്റ്റ് ഹെർ ഇൽനെസ് മീൻസ് എനിക്ക് തോന്നുന്നു, ഇൻ മൈ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നു എന്നുള്ളത്. ഐ ഫീൽ ദാറ്റ്. ക്വസ്റ്റ്യനിൽ ഫീൽ ദാറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഫീൽസ് ദാറ്റ്. കണ്ടോ? അപ്പോൾ അവിടെ ഒരു ഒപ്പീനിയൻ പറയാനുള്ളൊരു ഫ്രേസ് ചേർത്തിട്ടാണ് ആളവിടെ പറയുന്നത്. മനസ്സിലായോ? Okay, hope you got an idea about what is opinion type of question and how to deal with opinion type of question. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask me in the comment section. Okay, so ഈ ഒരു ഐഡിയ മനസ്സിലായി. ഇത് നമ്മുടെ ഐ തിങ്ക് ഇറ്റ്സ് OET ഒഫീഷ്യലിൻ്റെ ഫസ്റ്റ് സാമ്പിളിലെ പാർട്ട് ബിയിലെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. സോ ഡു യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിങ് ടുഡേയ്സ് സെഷൻ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ connect with us in the comment box. Yes, Archana. Good evening, Archana.
അച്ഛനാ ഇപ്പോൾ വന്നേ ഇല്ലെന്ന് തോന്നുന്നു, ഇപ്പോൾ ജോയിൻ ആയില്ലെന്ന് തോന്നുന്നു. ഡോൺ വറി, സെഷൻ ഒന്ന് കേട്ടേക്കുക. നമ്മളിന്ന് ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഓക്കെ. സോ ഒരു ക്വസ്റ്റനും കൂടെ നമുക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. യു ഹിയർ പാർട്ട് ഓഫ് എ സർജിക്കൽ ടീംസ് ബ്രീഫിംഗ്. സർജിക്കൽ ടീമിൻ്റെ ബ്രീഫിംഗ് ആണ്. ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായി. ക്വസ്റ്റ്യൻ ഇതാണ്. The male surgeon suggests you, so you have to listen to a male surgeon that the patient could. മെയിൽ സർജൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം കണ്ടില്ലേ, ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് സജസ്റ്റ് ചെയ്യുക. സോ മെയിൽ സർജൻ എന്താ സജസ്റ്റ് ചെയ്യുന്നത്? സോ മെയിൽ സർജൻ്റെ ഒപ്പീനിയനിൽ പേഷ്യൻറ്റിന് എന്ത് വേണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഓപ്ഷൻസ്. റിക്വയർ സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെൻറ്റ് ഡ്യൂറിങ് ദി സർജറി. അപ്പോൾ മെയിൽ സർജൻ അവിടെ അക്കോർഡിംഗ്, അല്ലെങ്കിൽ മെയിൽ സർജൻസ് ഒപ്പീനിയൻ, മെയിൽ സർജൻ സജസ്റ്റ് ദാറ്റ് ദ പേഷ്യൻറ്റ് കുഡ് റിക്വയർ സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെൻറ്റ്. എന്തോ ഒരു സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെൻറ്റ്, ഒരു സപ്പോർട്ട് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് പേഷ്യൻറ്റ് വേണം. എപ്പോൾ? സർജറിയുടെ സമയത്ത്. സോ ഡ്യൂറിങ് സർജറി, അപ്പോൾ ഒരു സർജറിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ നടക്കുമ്പോഴുള്ള എന്തോ ഒരു പ്രൊസീജിയർ ബെനഫിഷ്യലാണ്, അത് നമുക്ക് അറേഞ്ച് ചെയ്യണം എന്നാണോ നമ്മുടെ മെയിൽ സർജൻ സജസ്റ്റ് ചെയ്യുന്നത്? ഓർ ദ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ലൈക്ക് ബെനിഫിറ്റ് ഫ്രം എ സ്പെസിഫിക് അനസ്തെറ്റിക് പ്രൊസീജിയർ. ഇവിടെ ഒരു സ്പെസിഫിക് അനസ്തെറ്റിക് പ്രൊസീജിയറിൻ്റെ ബെനിഫിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സർജറിയാണ്, അനസ്തീഷ്യ വേണം അല്ലേ? സോ അവിടെ അനസ്തേഷ്യയുടെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണോ? അപ്പോൾ പേഷ്യൻറ്റിന് അനസ്തേഷ്യ ഇമ്പോർട്ടൻ്റ് ആണ്, റെലവൻ്റ് ആണ്, അത് കൊടുക്കണം എന്നാണോ മെയിൽ സർജൻ സജസ്റ്റ് ചെയ്യുന്നത്? മെയിൽ സർജൻ്റെ ഒപ്പീനിയനിൽ അനസ്തെറ്റിക് പ്രൊസീജിയറാണോ അവിടെ റെലവൻ്റ് ആയിട്ടുള്ളത്? നെക്സ്റ്റ് വൺ, ബി അറ്റ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ ഫ്രം അനദർ ഹെൽത്ത് ഇഷ്യൂ. വേറൊരു ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കോംപ്ലിക്കേഷൻ, ബി അറ്റ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ ഫ്രം അനദർ ഹെൽത്ത് ഇഷ്യൂ. അപ്പോൾ ഓൾറെഡി ഉള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കോംപ്ലിക്കേഷൻ, വേറൊരു ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കോംപ്ലിക്കേഷൻ അവിടെ വരും എന്നുള്ളതാണോ മെയിൽ സർജൻ സജസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ, സ്പെഷ്യലിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. എക്യുപ്മെൻറ്റ് പറയുന്നുണ്ടോ, ഏതെങ്കിലും അനസ്തെറ്റിക് പ്രൊസീജിയർ പറയുന്നുണ്ടോ, ആൻഡ് വേറെ ഏതെങ്കിലും അനദർ ഹെൽത്ത് ഇഷ്യൂസ് പറയുന്നുണ്ടോ? അത് പറയുന്നുണ്ടെങ്കിൽ അത് ആൻസർ ആവില്ല. മെയിൽ സർജൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യം? പേഷ്യൻറ്റിന് ഇത് വേണമെന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? പേഷ്യൻറ്റിന് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് വേണം എന്നാണോ, അനസ്തെറ്റിക് പ്രൊസീജിയർ വേണം എന്നാണോ, ആൻഡ് പേഷ്യൻറ്റിന് റിസ്ക് ഉണ്ടാവും എന്നാണോ പറയുന്നത് മെയിൽ സർജൻ? കോൺവെർസേഷൻ വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് മിസ്റ്റർ മോളീസ് റിപ്പീറ്റ് ആഫ്റ്റർ ടമി. ഞാനിത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാണ്, അതിന് ശേഷം നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. നെക്സ്റ്റ് ഇസ് മിസ്റ്റർ മോളീസ് റിപ്പീറ്റ് ആഫ്റ്റർ ടമി. ഇനി അനസ്തേഷ്യ ഇഷ്യൂസ്, അനസ്തെറ്റിക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഫീമെയിൽ സ്റ്റാഫാണ് അവിടെ പറയുന്നത്. വി ഡോണ്ട് എക്സ്പെക്ട് എനി പെർട്ടിക്കുലർ പ്രോബ്ലംസ്. So they are not expecting any particular problems. He is relatively fit and well. അയാൾ ഹെൽത്തി ആണ്, ഓക്കെ ആണ്. ദെൻ എക്സെപ്റ്റ് ഫോർ ഹിസ് എപ്പിലെപ്സി. സോ ഹി ഹാസ് ആൻ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ കോൾഡ് എപ്പിലെപ്സി. അയാൾക്കൊരു എപ്പിലെപ്സി ഉണ്ട്. സോ നമ്മൾ അനദർ ഹെൽത്ത് ഇഷ്യൂ കേട്ടു, പക്ഷേ ഹോൾഡ് ഓൺ, എപ്പിലെപ്സി കാരണമുള്ള റിസ്ക് വരും എന്ന് പറയുന്നുണ്ടോ എന്ന് ഓർക്കണം. ഈ പറഞ്ഞിരിക്കുന്നത് മെയിൽ സർജൻ അല്ല, ഫീമെയിൽ സ്റ്റാഫാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെയിൽ സർജൻ്റെ കാര്യത്തിൽ എപ്പിലെപ്സിയുടെ റിസ്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വിച്ച് ഈസ് അണ്ടർ ഗുഡ് കൺട്രോൾ എന്നാണ് പറയുന്നത്. എപ്പിലെപ്സി ഗുഡ് കൺട്രോൾ ആണ്. ഹാസ് BMI is 35. ബട്ട് അവിടെ ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെയിൽ സർജൻ ചോദിക്കുകയാണ് BMI 35 ആണ്. അപ്പോൾ മെയിൽ സർജൻ ചോദിക്കുന്നു, വിൽ വി നീഡ് ദി ഒബിസിറ്റി ബെഡ്? സോ ഡ്യൂറിങ് ദി സർജറി നമുക്ക് ഒബിസിറ്റി ബെഡ് പോലെ ഏതെങ്കിലും സ്പെഷ്യൽ ഒബ്ജക്റ്റ് വേണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മെയിൽ സർജൻ സജസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്യുമെൻറ്റ് വേണ്ടി വരുമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, സജസ്റ്റ് ചെയ്യുമല്ല. ഹീസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ക്വറി അല്ലേ? അപ്പോൾ എന്ത് പറയുന്നു ഫീമെയിൽ? ഇറ്റ് ഷുഡൻ ബി ആൻ ഇഷ്യൂ, ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ കൺസേൺ. ഒബിസിറ്റി ബെഡ് വേണ്ട, അപ്പോൾ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് വേണ്ട. അപ്പം മെയിൽ സർജൻ സജസ്റ്റ് ചെയ്യുന്നുമില്ല. പിന്നെ അടുത്തത് മെയിൽ സർജൻ വീണ്ടും ചോദിക്കുകയാണ്, സോ വാട്ട് അബൌട്ട് ദി എപ്പിലെപ്സി പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്? സോ ഡ്യൂറിങ് ദ സർജറി ഓക്കെ, പക്ഷേ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എപ്പിലെപ്സി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? സോ ഹീ ഈസ് ടേക്കിംഗ് ഹിസ് ഓറൽ മെഡിക്കേഷൻ. ഫീമെയിൽ സേസ് ഹീ ഈസ് ടേക്കിംഗ് ദി ഓറൽ മെഡിക്കേഷൻ ആൻഡ് വി ക്യാൻ യൂസ് ആൻ IV ഇഫ് നെസസറി. സോ എപ്പിലെപ്സിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ല. ഓറൽ മെഡിസിൻ എടുക്കുന്നുണ്ട്, നെസസറി ആണെങ്കിൽ IV മാനേജ്മെൻറ്റ് കൊടുക്കാം. സോ എപ്പിലെപ്സിയെ പറ്റിയിട്ട് ഒരു കൺസേണും അവിടെ രണ്ട് പേർക്കും ഇല്ല. ഒരു എക്യുപ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞു, അത് വേണമെന്നില്ല, അത് റിക്വയർഡ് അല്ല എന്നാണ് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ മെയിൽ സർജനാണ് വീണ്ടും പറയുന്നത്, ഐ നോ ഹി വാസ് ഇൻ എ ലോട്ട് ഓഫ് ഡിസ്കംഫർട്ട്. അയാൾക്ക് കുറേ ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആഫ്റ്റർ ഹിസ് ലാസ്റ്റ് സർജറി. റിപ്പീറ്റ് ലാപ്റ്റോട്ടമി അല്ലേ? അപ്പോൾ ലാസ്റ്റ് സർജറിക്ക് ശേഷം ഹി വാസ് ഇൻ ലോട്ട് ഓഫ് ഡിസ്കംഫർട്ട് ആൻഡ് ദിസ് ടൈം ഹി ഈസ് ഗോയിങ് ടു നീഡ് എ ലാർജർ മിഡ്ലൈൻ സെഷൻ. സോ ഈ ടൈം അയാൾക്ക് കുറച്ചുകൂടി ലാർജർ മിഡ്ലൈൻ ഇൻസിഷനാണ് വേണ്ടുന്നത്, കുറച്ചുകൂടി ലാർജ് ഇൻസിഷൻ വേണം. ഇറ്റ് മേ ബി വർത്ത് തിങ്കിങ് അബൌട്ട് ആൻ എപ്പിഡ്യൂറൽ. സോ ആ പോയിൻ്റാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഇറ്റ് മേ ബി വർത്ത് തിങ്കിങ് അബൌട്ട് ആൻ എപ്പിഡ്യൂറൽ. കണ്ടോ,
നമ്മൾ ഒരു എപ്പിഡ്യൂറലിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു എപ്പിഡ്യൂറലിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കണം. എപ്പിഡ്യൂറൽ എന്താ? ഒരു അനസ്തെറ്റിക് പ്രൊസീജിയറാണ്. സോ ഒരു സ്പെസിഫിക് അനസ്തെറ്റിക് പ്രൊസീജിയറിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മുടെ മെയിൽ സർജൻ സജസ്റ്റ്. ഇറ്റ് മേ ബി വർത്ത് തിങ്കിങ് അബൌട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇറ്റ് മേ ബി വർത്ത് തിങ്കിങ് അബൌട്ട്, ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ മെയിൽ സർജൻ സജസ്റ്റ് ചെയ്യുന്നത്, മെയിൽ സർജൻ്റെ ഒപ്പീനിയനിൽ എപ്പിഡ്യൂറൽ വേണം എന്നുള്ളതാണ് മെയിൽ സർജൻ്റെ ഒപ്പീനിയൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എപ്പിഡ്യൂറൽ വേണം. ബിക്കോസ് ഹീ സെർട്ടൺലി അറ്റ് എക്സ്ട്രീംലി ലോ എഡ്ജ് ഇൻ ടേംസ് ഓഫ് പെയിൻ ത്രഷോൾഡ്. അയാൾ പെയിൻ ത്രഷോൾഡ് എന്ന് വെച്ചാൽ പെയിൻ ടോളറൻസിൻ്റെ കാര്യത്തിൽ എവിടെയാണെന്നാണ് പറയുന്നത്? ലോ എഡ്ജിലാണ്. അയാൾക്ക് പെയിൻ ടോളറേറ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി കുറവാണ്. സോ അയാൾക്ക് ചെറിയ പെയിൻ പോലും മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ ഹീ നീഡ് ആൻ എപ്പിഡ്യൂറൽ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ടെൽ മീ വാട്ട് ഇസ് ദി ആൻസർ? ഐ തിങ്ക് ഇറ്റ്സ് ഈസി അല്ലേ? കുറച്ച് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി, എക്സ്പ്ലനേഷൻ കിട്ടല്ലോ, നമുക്കപ്പോൾ മനസ്സിലായി കാണും. യെസ്, യാ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ബെനഫിറ്റ് ഫ്രം എ സ്പെസിഫിക് പ്രൊസീജിയർ. യെസ്, കറക്റ്റാണ്. കറക്റ്റാണ് ജിസ. ദീപ കറക്റ്റാണ്. റോസ്ലിൻ കറക്റ്റാണ്. ലിൻഡ കറക്റ്റാണ്. യെസ്, ബി. ഇപ്പോൾ മനസ്സിലായോ? യാശ്വതി, ബിസോലി ബാബു, യാ, അർച്ചന, യെസ്, ബി. യാ, ഓക്കെ. സോ അർച്ചന ലേറ്റ് ആയിട്ട് വന്നെങ്കിലും അർച്ചന പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് ക്യാച്ച് ചെയ്തിട്ട് ട്രാക്കിലേക്ക് എത്തി, ആൻസറൊക്കെ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് അർച്ചന, താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആൻഡ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞോ? ഇല്ല, അത് വേണ്ടെന്നാണ് പറഞ്ഞത്. സോ അത് കോൺട്രഡിക്ടറി ഓപ്ഷനാണ്. റിസ്ക് ഓഫ് കോംപ്ലിക്കേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ റിസ്ക്കോ അവിടെ പറയുന്നുണ്ടോ? ഇല്ല, ഒരു റിസ്ക്കും ഇല്ല, ഗുഡ് കൺട്രോളിലാണ്, മെഡിസിൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നോട്ട് മെൻഷൻഡ് ആണ്. അങ്ങനെ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റിയിട്ട്, എപ്പിലെപ്സി, പക്ഷേ റിസ്ക് ഉണ്ടാവുമെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് അത് നോട്ട് മെൻഷൻഡ് ഓപ്ഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഇങ്ങനെയാണ് നമ്മൾ ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യുന്നത്. സോ അത്രയാണ് നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ പറയാനുള്ളത്. ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കൂ. യെസ്, okay, it's clear. Yes, thank you. Okay, so next time when you're dealing with opinion type of question, please apply these ടിപ്സ്. ഇങ്ങനെയുള്ള ടിപ്സുകൾ, അതായത് സജഷൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആരുടെ ഒപ്പീനിയൻ ആണോ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്പീക്കറിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കി സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ അവിടെ മേ ബി കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം വേറൊരു സ്പീക്കറാണ്, രണ്ടാമത്തെ സ്പീക്കറാണ് ആ ഒരു പോയിന്റ് പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആൻസർ ആവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്പീക്കറിൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ആൻഡ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ വെക്കുക, ലൈക്ക് വി ഹാവ് റെഡ് this time. Okay, so അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കഷൻ. സോ hope it's clear and hope it's helpful. Thank you for participating and thank you for following Tiju's Academy, and hope you can enjoy your learning. Hope you can learn, what would you say, learn happily with Tiju's Academy. Okay, so thank you so much. That's all for today. Thank you. Okay.